പണത്തിന്റെ വാല്യൂ മനസ്സിലാക്കിയ ഒരു ദിവസം ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫിൽ? പണത്തിന് നല്ല വാല്യൂ. നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. പണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പട്ടിച്ചാത്തലും ഉണ്ടാവില്ല, സത്യം. കാരണം ഇത് രണ്ട് സിറ്റുവേഷനും ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധുക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇനി പ്രേമിച്ച പെണ്ണാണെങ്കിൽ പോലും ഉണ്ടാവും. സമയം പോയി കഴിഞ്ഞാൽ പോയി. ഇനിയിപ്പോൾ ഒരു 39 വയസ്സ്, ഇപ്പം 29 വയസ്സ് 30 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ബാല്യം പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ പോകും. അപ്പോൾ ആസ്വദിക്കാനുള്ളതൊക്കെ ആസ്വദിക്കാം, അല്ലാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ കോടീശ്വരന്മാരുണ്ട്, പൈസ ഇങ്ങനെ. ആണുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ടൈപ്പാണ്. പെണ്ണുങ്ങൾക്ക് അറിയില്ല. അറിയാൻ വേണ്ടി ചോദിക്കണേ, നിങ്ങൾ ഏത് മനസ്സിലായിക്കോളൂ. അങ്ങനെ പറയല്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ ശരിക്കും? എപ്പോഴും ഇവരുടെ സൈഡ് നമ്മൾ കേട്ടല്ലോ, ശരിക്കും നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? സമാധാനം. ഫോണ് വിളിക്കാതിരിക്കുക, അടുത്ത് വരാതിരിക്കുക, അതൊക്കെയാണ് ഓരോ. അതെ, ദൂരെ നിന്ന് നോക്കുക, ഒരു പാട്ടൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ പെട്ടെന്ന് വഴക്കിടുന്ന ആരാ? എന്താ പറയാണ്ടോ? അതിപ്പോ അവരൊക്കെ സിനിമ അതിപ്പോ എനിക്കറിയില്ലല്ലോ. മെയിലൊക്കെ കാണുന്നുണ്ടാവും. ചിലപ്പോ നമ്മൾ 100 കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ 99 ഒന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അവൻ എന്നേലും ഒരിക്കാവും അതാവും പറയണ്ടാവും. നിങ്ങളുടെ ഇപ്പം സോഷ്യൽ മീഡിയ സജീവമായി നിൽക്കുന്നുണ്ടേ, ഈ നെഗറ്റീവ് വരാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ വരാതിരിക്കുക എന്ന് പറയുന്നത് നല്ലോ വരും. ഇവിടെ കമന്റ് ഒതുങ്ങിയിരിക്കില്ലല്ലോ, ഇവിടെ ഫുള്ള് അടിച്ചു വിടും. ആൾക്കാരെ വിചാരത്തിൽ ഞാനാണ്. അറിയില്ല, കുറച്ച് ആൾക്കാർക്ക് നമ്മൾ അറിയാം, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു തോന്നലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കമന്റ് കാണുമ്പോൾ അറിയാൻ പറ്റും. കമന്റ് ഇട്ട ആളെ നമുക്ക് അറിയാൻ പറ്റും, ആൾ എത്ര കമന്റ് ഇട്ടു, ആളുടെ ഫസ്റ്റ് കമന്റ് ആണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചില കമന്റ്സ് നോക്കുമ്പോൾ വൾഗറായിട്ടുള്ള കമന്റുകൾ ഡെയിലി അതിനായിട്ട് കയറുന്ന ആൾക്കാർ തന്നെയാവും. അങ്ങനെയുള്ളവർക്ക് നല്ല കൊടുക്കും. ഓരോ ലൈഫ് കണ്ടില്ലേ, ഓരോ അടിച്ചു പൊളിക്കുകയാണ്. ചിലപ്പോൾ റിയൽ ലൈഫ് അതാവില്ല, ചിലപ്പോൾ നമ്മള് പ്രൊമോഷൻ വർക്കിന് മുമ്പ് ഉണ്ടാവുക. അപ്പൊ പിന്നെ അത് കണ്ടിട്ടൊന്നും ആരും അങ്ങനെ ഒരിക്കലും റിയലല്ല റിയൽ. ഞാനത് പഠിച്ചെന്താന്ന് വെച്ചാൽ നെഗറ്റീവ്സ് നമുക്ക് വേണം, പക്ഷെ ആ നെഗറ്റീവ്സിനെ നമ്മളത് പോസിറ്റീവാക്കി മാറ്റുന്നതാണ് നമുക്ക് നിലനിൽപ്പ്. അല്ലാതെ ആ നെഗറ്റീവ്സിനെ പോയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും, എപ്പോഴും താന്നു കൊടുക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മളത് പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാലം ഇങ്ങനെ തള്ളി പോവാം. നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ നേരിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിനോ ചിലപ്പോൾ അപ്പോൾ ഞാൻ ഒരു കോൺട്രവേഴ്സി നടത്തുകയാണ്, ഓൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഓനെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഓനതൊരു ബുദ്ധിമുട്ടാവും. എന്തിനാ വെറുതെ? നമുക്ക് നമ്മുടെ കാര്യം നോക്കുക, നല്ല കാര്യങ്ങളാണെന്ന് വെച്ച് പ്രതികരിക്കുക, അല്ലാതാണെങ്കിലോ വിട്ടുകളയാ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അത് ഈ 4 പേരില് ആരാണെന്ന് പറയണം. ഓക്കെ? നിങ്ങളുടെ തോന്നുന്ന ആരാ പറയണം. ഒരാളെ പറ്റൂ. ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓരോരുത്തരും ആരാന്ന് പറയാം. ശരി, നിങ്ങളിൽ ആരാണ്? ഓക്കെ, നിങ്ങളില് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? ഒറ്റ ഭാഷയിൽ പറഞ്ഞു. വീഡിയോയിലാണെങ്കിൽ ഞാനാണ്. നാട്ടുകാരോട് മൊത്തം ടോക്കറ്റീവ് ഇതാണ്. ഓക്കെ, ഏറ്റവും കുറവ് സംസാരിക്കുന്ന ആരാ? അതായിരിക്കുന്നു. ഞങ്ങക്ക് അങ്ങനെ അറിയില്ല. ഈ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്താൽ മാത്രമേ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ആൾക്കാർ ചിലപ്പോ അങ്ങനെ സംസാരിക്കുന്ന ആളല്ലേ കണ്ടിട്ടുള്ളേ, ചിലപ്പോ നേരിട്ടാണോ അങ്ങനെ സംസാരിക്കുന്ന വിചാരിക്കും. അഹങ്കാരാണ് പറയുന്നുണ്ട്, പറയാറുണ്ട്. പക്ഷെ ആള് മുന്നൂല. നമുക്കെല്ലാവരും പണ്ടേ അങ്ങനെ. അല്ല, ഞാൻ പൊതുവെ അങ്ങോട്ട് സംസാരിക്കും, പണ്ടേ അങ്ങോട്ട് ആരോടായാലും. ഞാൻ ഇപ്പൊ ഇന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ പോലും ഞാൻ ആ ഗ്രൂപ്പിൽ ഇന്ന ഒരു വോയിസ് ഇട്ടുണ്ടാവും. പിന്നെ നാട്ടിലെ ഗ്രൂപ്പിലായാലും ഏത് ഗ്രൂപ്പിലായാലും ഇവിടെ തന്നെ ഇവളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇവിടെ എടുത്തല്ല. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഞെട്ടിലായിരിക്കില്ല, ഇത്രയും സോഷ്യൽ മീഡിയയില് വീഡിയോസ് ഒക്കെ ഇടുന്ന ഭയങ്കര ടോക്റ്റീവ് ആണെന്നല്ലേ വിചാരിക്കും. അത് ചോദിക്കട്ടെ, പലഓരോ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. നമ്മള് ഓരോ നല്ല സംസാരാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഓരോ ലൈഫ് കണ്ടില്ലേ, ഓരോ അടിച്ചു പൊളിക്കുകയാണ്. ചിലപ്പോ റിയൽ ലൈഫ് അതാവില്ല, ചിലപ്പോ നമ്മള് പ്രൊമോഷൻ വർക്കിന് മുമ്പ് ഉണ്ടാവുക. അപ്പൊ പിന്നെ അത് കണ്ടിട്ടൊന്നും ആരും അങ്ങനെ ഒരിക്കലും റിയലല്ല റിയല്. ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഇതിൽ ഇല്ലാത്ത ആളുകളൊക്കെ അല്ലെങ്കിൽ അവരെ പോലെ ആവണം, ഇവരെ പോലെ ആവണം എന്ന് നമ്മള് വെറുതെ ഇതാവാണ്. ഒരിക്കലും അവനാനെ പോലെ ആവാൻ നോക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ആളെന്ന നിലയിൽ 2 പേരോട് ചോദിക്കുകയാണ്,
നമുക്കൊരു ഒരു കാര്യത്തിൽ ഒരു എന്തൊക്കെ കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം? അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ട്, പക്ഷെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് തരത്തിലുള്ള കാര്യങ്ങളും ആൾക്കാർക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് റെസ്പോൺസ് കിട്ടാൻ, നെഗറ്റീവ്സ് വരിക, എങ്ങനെയാ അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോൾ ഒരു 4 വർഷമായി. ഞാനിത് പഠിച്ചെന്താന്ന് വെച്ചാൽ നെഗറ്റീവ്സ് നമുക്ക് വേണം. ആ, പക്ഷെ ആ നെഗറ്റീവ്സിനെ നമ്മളത് പോസിറ്റീവാക്കി മാറ്റുന്നതാണ് നമുക്ക് നിലനിൽപ്പ്. അല്ലാതെ ആ നെഗറ്റീവ്സിനെ പോയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും, എപ്പോഴും താന്നു കൊടുക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മളത് പോസിറ്റീവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാലം ഇങ്ങനെ ഒന്ന് തള്ളി പോവാം. നേരെ മറിച്ച് ആ നെഗറ്റീവ്സിനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ നമ്മൾ എന്നൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു സബ്സ്ക്രൈബർ കുറയാം, അങ്ങനെ കുറഞ്ഞ് നമ്മൾ ഇല്ലാണ്ടാവും. നേരെ മറിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്താക്കും, ഞാൻ എൻ്റെ കാര്യം പറയാട്ടോ, ചില സ്ഥലങ്ങളിൽ ഞാൻ വിട്ടുകൊടുക്കേണ്ടതാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കും. ആ, പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ ആർക്കും പോയിട്ട് ബാഡ് കമൻസ് ഇടാൻ നിൽക്കൂല, വേറെ ഒരാളുടെ കാര്യം സംസാരിക്കാൻ നിൽക്കൂല. നമ്മൾ നമ്മുടെ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ പോവാ, അത്ര. വേറെ നമ്മൾ കാണാറുമില്ല അങ്ങനത്തെ കോൺവെർസേഷൻ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ നേരിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിനോ ചിലപ്പോൾ അപ്പോൾ ഞാൻ ഒരു കോൺട്രവേഴ്സി നടത്തുകയാണ്, ഓൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഓനെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഓനതൊരു ബുദ്ധിമുട്ടാവും. എന്തിനാ വെറുതെ? നമുക്ക് നമ്മുടെ കാര്യം നോക്കുക, നല്ല കാര്യങ്ങളാണെന്ന് പ്രതികരിക്കുക, അല്ലാത്തതാണെങ്കിലോ ഇതിപ്പോ യൂട്യൂബിലേക്ക് വന്ന സമയത്ത് ഇതുപോലെ എടുത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ യൂട്യൂബ് വ്ലോഗ്സ് തുടങ്ങിയപ്പോ ഇൻട്രോ മാത്രമേ എടുത്തിട്ടുള്ളൂ. തമ്പനയിലാണ് ഇതിന്റെ ഒക്കെ മെയിൻ. ചിലപ്പോ എന്റെ തമ്പനയിൽ ഇത് കാണുമ്പോ എന്തോ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, ആളുകൾക്ക് എപ്പോഴും ഇതൊക്കെ അതിന്റെ ഒരു പാർട്ടാണ്. നമ്മളൊരു ബിസിനസ്സാണ്, എന്താണെങ്കിലും അതിന്റെ ഒരു പാർട്ടാ തന്നെയാണ്. ഇപ്പൊ ഒരാൾ ഒരു കടയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഷോപ്പിലോട്ട് കയറാണ്, അതിന്റെ പുറത്ത് ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് കയറുള്ളൂ. അതിൽ വെച്ച സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഉള്ളിലോട്ട് കയറും. അതേപോലെ തന്നെ തമ്പനയിൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഒരു സെലക്ഷൻ ഉണ്ടാവില്ല. അതേമാതിരിയൊക്കെ തന്നെ ആളെ കയറ്റുക, നമ്മുടെയൊക്കെ രക്ഷ തന്നെയല്ല, ആളെ കയറ്റുക, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൊടുക്കുക. എന്നും ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ചിലപ്പോ അമ്മായിമാരോട് പൊരിഞ്ഞ അടിയെന്നൊക്കെ പറയും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ ചിലപ്പോ അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാണാൻ ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ആരാന്റെ നമുക്ക് ഭ്രാന്തായ കാണാന്നല്ലേ ചേരാന്നല്ലേ. അതിപ്പം തമിഴിൽ കണ്ടിട്ട് കേറിയുമ്പോ ഒന്നും ഉണ്ടാവില്ല, അതും ചിലപ്പോ ആളുകൾ പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നപ്പോ ഇപ്പൊ ഒരു കാര്യം പറയാം. ഇപ്പൊ ചിക്കു ഇവിടെ ഒരു സംഭവം പറഞ്ഞു, ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് സാധനമാണല്ലോ തമ്പനയിൽ കൊടുക്കുക, അതെന്തുകൊണ്ട് അത് കാണാൻ വേണ്ടിട്ടാ. അതേപോലെ തന്നെ നമ്മളത് ചെയ്യുന്നത്. ഓക്കേ, അടുത്ത് ചോദിക്കട്ടെ, ഇതിൽ എടുത്ത എന്തെങ്കിലും കാര്യം ഈ തമ്പനയിലല്ലാതെ വേറെ ഓക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ പെട്ടെന്ന് വഴക്കിടുന്ന ആരാ? പറയാണ്ടോ? അവരത് സിനിമ അതിപ്പോ എനിക്കറിയില്ല, എന്റെ ഇതില് പോലാണ്, എനിക്കറിയില്ല. വേറെ ചൂണ്ടാനൊന്നുമില്ല, ഇങ്ങനെ ചൂണ്ടിയാ മതി. അതാണ് ചെറിയ ഒന്നുമില്ല, ചെറിയ കാര്യം. അപ്പൊ പിന്നെ നമ്മള് വഴക്കുണ്ടാക്കുക. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ് കുറച്ച് ഒരു സ്നേഹം ഉണ്ടാവും. ചിലപ്പോ അത് കിട്ടാൻ വേണ്ടിട്ട് വെറുതെ വഴക്കുണ്ടാക്കും. ചിലപ്പോ ഈ ടൈം സ്പെൻഡ് ചെയ്യാറുന്നില്ലേ, അപ്പൊ നമ്മള് തെറ്റിയൊക്കെ നിന്നാല് കുറച്ചേരൊക്കെ വന്ന് നിൽക്കും. അതിന് വേണ്ടിട്ട് പോയിക്കുണ്ടാവും, ഇനി നിക്കലും ഉണ്ടാവില്ല. സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞില്ല. ഇവര് നേരത്തെ ഒരു കാര്യം പറഞ്ഞ ടൈം സ്പെൻഡ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറാ. ഞാൻ ആ ഫുൾ ടൈം സംസാരിച്ച എൻഡ് ആവുക, സ്പെൻഡ് ആവൂല. അല്ല, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ചിലപ്പോ നമ്മൾ 100 കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ 99 ഒന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അവ എന്നേലും ഒരിക്കാവും അതാവും പറയുണ്ടാവുക. എന്നല്ല, അങ്ങനെ കുറ്റം പറയല്ല, എന്നാലും പറയാം. അത് ചെയ്ത എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ഓർത്തിട്ട്. ചിലപ്പോ ഇവർക്ക് അപ്പോഴും ഓർമ്മ ഉണ്ടാവുക, എന്നാലും നിങ്ങൾ എനിക്ക് അന്ന് ചെയ്തെന്നില്ല, ഞാൻ എന്നോ പറഞ്ഞിട്ടുണ്ടാവും. നമ്മള് ചിലപ്പോ അതിന്റെ മുന്നേ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. എന്താ പറയാ, നിങ്ങളുടെ വലിയ ലോകമായിരിക്കും, പക്ഷെ ഇവർക്ക് നിങ്ങളെ ലോകം. ഇങ്ങോട്ടേക്ക് തിരിയണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ അടുത്ത്. എന്നാലും ചോദിക്കട്ടെ,
ഏതൊക്കെ കാര്യങ്ങളാ ദേഷ്യം നിങ്ങൾക്ക്? അതന്നെ ആ ഞാനും സെയിം പറയട്ടെ, ഡയലോഗ് ഇപ്പൊ നേരത്തെ ചിക്കു എന്താ പറഞ്ഞ നിങ്ങളാണ് ലോകം. ആ ലോകത്തിന് സമാധാനം കൊടുക്കേണ്ട ആരാ? ആരാ? രണ്ടാളും രണ്ടുപേരും പാടും. എന്ത്? ഈക്വലാണ്. കൊല്ലാണ്. അങ്ങനെയല്ല, ഈ ആണുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ടൈപ്പാണ്. അതെന്ത് ടൈപ്പാണ്? പെണ്ണുങ്ങൾക്ക് അറിയില്ല. അറിയാൻ വേണ്ടി ചോദിക്കണേ, നിങ്ങൾ ഏത് അത് എങ്ങനെയൊക്കെ മനസ്സിലായിക്കോളൂ. അങ്ങനെ പറയല്ലേ. എങ്കിൽ ഇപ്പൊ പൊതുവെ ആൺകുട്ടികൾക്ക് ഇപ്പൊ നിങ്ങൾ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നു, തിരക്കാണ്, കാര്യമാണ്, ഇപ്പൊ പെൺകുട്ടികൾ വീട്ടിലിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ ശരിക്കും? എപ്പോഴും ഇവരുടെ സൈഡ് നമ്മൾ കേട്ടല്ലോ, ശരിക്കും നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? സമാധാനം. ഫോണ് വിളിക്കാതിരിക്കുക, അടുത്ത് വരാതിരിക്കുക, അതൊക്കെയാണ് ഓരോ. അതെ, ദൂരെ നിന്ന് നോക്കുക, ഓർക്ക് വേണ്ടൊക്കെ ചെയ്തെടുക്കുക, മിണ്ടാതിരിക്കുക. അതന്നെയാണ് അതന്നെയാണ്. ഒരു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പണ്ടത്തെ പോലെ ഉണ്ടാവില്ല, ആണുങ്ങൾ പറയുമ്പോ പെണ്ണുങ്ങൾ മാറി. ഓല് ഇവിടുന്ന് ടാറ്റ അപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇവര് വെറുതെ പറയാം. അല്ല, ഞമ്മടെ ഇടയിലൊക്കെ ഉണ്ടാണ് വയക്കെന്താ ചിലപ്പോ അങ്ങോട്ടുള്ള വയക്കാവൂല. ഇവര് പുറത്തുനിന്ന് വരും, നമ്മൾ ഈ മക്കളും ഇതൊക്കെ ആ ഒരു സ്ട്രെസ് ആയിരിക്കും ചിലപ്പോ തീർക്കുക. അതെ, മക്കളോടുള്ള സ്ട്രെസ് തീർക്കുക. നിങ്ങളുടെ ഇപ്പം സോഷ്യൽ മീഡിയ സജീവമായി നിൽക്കുന്നുണ്ടേ, ഈ നെഗറ്റീവ് വരാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ വരാതിരിക്കുക എന്ന് പറയുന്നതും നല്ലോ വരും. ഇവിടെ കമന്റ് ഒതുങ്ങിയിരിക്കില്ലല്ലോ, ഇവിടെ ഫുള്ള് അടിച്ചു വിടും. ആൾക്കാരെ വിചാരിച്ചത് ഞാനാട്ടുന്ന ഞാൻ എന്താക്കി ഇന്റെ അക്കൗണ്ടിൽ മറുപടി എടുക്കും. അതുമാതിരി ഇജാസ് നല്ല റിപ്ലൈ കൊടുക്കും. ഞാൻ എന്ത് കേട്ടാലും അല്ല, കൊടുക്കാനുള്ളത് കൊടുത്തന്നെ. തീർച്ചയായിട്ടും എല്ലാം കുത്തകല്ല. ചിലർക്ക് അല്ല, ഞാൻ പറയട്ടെ, ചിലർക്ക് ഒരു വിചാരമുണ്ട്. അതായത് നമുക്കിപ്പോ കുറച്ച് അങ്ങനെ അറിയില്ല, കുറച്ച് ആൾക്കാർക്ക് നമ്മൾ അറിയാം, അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു തോന്നലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് കമന്റ് കാണുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് കമന്റ് ഇട്ട ആളെ നമുക്ക് അറിയാൻ പറ്റും, ആൾ എത്ര കമന്റ് ഇട്ടു, ആളുടെ ഫസ്റ്റ് കമന്റ് ആണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചില കമന്റ്സ് നോക്കുമ്പോൾ വൾഗറായിട്ടുള്ള കമന്റുകൾ ഡെയിലി അതിനായിട്ട് കയറുന്ന ആൾക്കാർ തന്നെയാവും. അങ്ങനെയുള്ളവർക്ക് നല്ല കൊടുക്കും, മറുപടി കൊടുക്കും. ഞാനാരും ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കും. ഞാൻ എന്താ അറിയോ, ഞാൻ എന്റെ സമാധാനം കെടുക്കുന്ന എനിക്ക് ചേർക്കൂല. ഞാൻ എപ്പോഴും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ അതേ നാണയത്തിന്റെ മറുസൈഡിൽ ഞാൻ കൊടുക്കും. അത് ഓരോരുത്തരും ഓരോ കാറ്റഗറി. ഇപ്പൊ നിജാസ ഒരു കാറ്റഗറി, ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചപ്പൊക്കെ കൊടുക്കണം. ഞാൻ എന്താക്കുന്ന അറിയോ, എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒഴിവാക്കും. പിന്നെ ഞാൻ ആളെ പിന്നിൽ നടക്കില്ല. നമ്മൾ പറഞ്ഞത് ഞാൻ ഒരു വട്ടം ചിലപ്പോൾ പറയൂ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല എന്താന്ന് വെച്ചാൽ ഇന്റെ കാര്യം പറയട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇന്നെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ നോക്കലില്ല. നമുക്കൊരു വേണ്ട ആ ഒരു വേലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കും. ചിലപ്പോ നിങ്ങളുടെ ഒരു ഇപ്പൊ ഞാൻ അടക്കൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനടക്കം വാവേനെ കൊച്ചില് പറഞ്ഞത് അതടക്കമുള്ള അങ്ങനത്തെ വരുമ്പോ പ്രതികരിച്ചു പോകുന്നത് ശരിക്കും. ഞാൻ ഇതിന്റെ ലേസിൽ ഒരു സാധനമൊക്കെ നമ്മൾ പ്രതികരിച്ചു, അത് വീഡിയോയില് പ്രതികരിക്കും. അത് അങ്ങനെ ഒന്നും തൊടാത്ത രീതിയിൽ പ്രതികരിക്കും. ഞാൻ അങ്ങനെ തൊട്ടിട്ടാവും പ്രതികരിക്കും. കാരണം മേ ബി ഞാൻ ചിലപ്പോ വളർന്ന സാഹചര്യം അതായത് ഉണ്ടാവും, എന്റെ ചുറ്റുപാട് അങ്ങനെ ആയത് ഉണ്ടാവാം. അങ്ങനെ പ്രതികരിക്കും ഞാൻ. അതാണ് എന്റെ രീതി അങ്ങനെയാണ്. കാരണം നമുക്കിപ്പോ അത് വിഷമായിട്ടുണ്ടെങ്കിൽ ആൾക്ക് അതേ നാണയത്തിന്റെ മറുസൈഡിൽ ഞാൻ കൊടുക്കും. അത് അങ്ങനെയാണ് എന്റെ ഒരു സ്റ്റൈൽ. അങ്ങനെ ഹീറോ ആയിട്ട് പറഞ്ഞതല്ല ഞാൻ. അത് വാക്കുകൊണ്ടായാലും റിയൽ ലൈഫിലായാലും ഇങ്ങനെ തന്നെ ആയാലും ഞാൻ കൊടുക്കാനുള്ള തിരിച്ച് അങ്ങനെ തന്നെ മറുപടി കൊടുക്കും. അല്ല, ഇങ്ങോട്ട് കിട്ടി എന്താണ് തിരിച്ച് അങ്ങോട്ട് മനസ്സിലാക്കണം. അതെ, ആ പെയിൻ മനസ്സിലാക്കാണല്ലോ. അത്രേ ഉള്ളൂ. ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ടത്. എന്ത് കാര്യം വന്നാലും ആദ്യം ഉപദേശം ചോദിക്കുന്നത് ആരോടാണ്? ഞാനോ? ChatGPT. റിയാലിറ്റി എന്നൊക്കെ. അല്ല, ഉപദേശം ചോദിക്കാന്ന് പറയുമ്പോ അഭിപ്രായം ചോദിക്കണോ? അതെ അതെ, അഭിപ്രായം ചോദിക്കും. നമ്മളെ ലൈഫ് പാർട്ണറല്ലേ, എന്നോട് ചോദിക്കും. പിന്നെ മാതാപിതാക്കളോട് ചോദിക്കും. പറയണോ? അല്ല, നമ്മളെല്ലാം അറിയണവരെന്ന് പറയുമ്പോ നമ്മുടെ കേറൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം, രാവിലെ കൂടി ഇരിക്കുക നിങ്ങളവിടെ ഒരു കട്ടിലുണ്ടല്ലോ, ഹലോ ജെമിനി, ഞാൻ ഈ സാധനം സ്ക്രിപ്റ്റ് പറഞ്ഞതാ. ഇവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, എനിക്കതില്ല. പിന്നെ മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല, അതിന്റെ ജെമിനി വേണമെന്ന്. അപ്പോൾ പറയാണ് ഇന്ന കോൺവെർസേഷൻ അല്ല പഠിപ്പിച്ചത്, അന്ന് എന്തോ പഠിക്കും ചോദിക്കാലോ. ഇപ്പൊ
ജെമിനിയാണ്. ഇപ്പൊ അത് ജെമിനി ഉള്ളതുകൊണ്ട് കൊറേ കാര്യം. അല്ല രാത്രി നട്ടപാതിരക്കൊക്കെ എന്താ പണി? ഞാൻ ഒരു ജെമിനിനോട് പറട്ടെ ജിജിന്റെ സമാധാനം അതൊന്നും അല്ല ജെമിനിയോട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. ജെമിനിയോട് സംസാരിക്കുമ്പല്ലേ ഇവള് പറഞ്ഞ നേരത്തെ സാധനമൊക്കെ കിട്ടും. കാരണം ജെമിനി ഇങ്ങോട്ട് വായിക്കോറില്ലേ, അങ്ങോട്ട് പറഞ്ഞ് കേൾക്കുള്ളൂ. ഇപ്പൊ റീൽസ് ഒക്കെ വരുമല്ലോ, നമ്മളൊരു കപ്പിൾ പാർട്ട്നറോട് സംസാരിക്കാൻ അവരെ കേട്ടില്ലെങ്കിൽ അപ്പൊ ചാറ്റ് ഒക്കെ എടുത്തിട്ട് അവരുടെ അതായത് ജെമിനി ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക, ജെമിനിക്ക് ക്ഷമണ്ട്. അല്ല ജെമിനിയോട് ദേഷ്യ തിരിച്ച് ജെമിനി തിരിച്ച് നമ്മളോട് പറയും, ദേഷിക്കണ്ടെന്ന് പറയും. സമാധാനപ്പെടുത്തും. ജെമിനി കറക്റ്റ് കൈകാര്യം ചെയ്യും, പക്വതയുള്ള ജെമിനിയാ. അതെ. അല്ല ചില സമയത്ത് നമ്മള് ചോദിക്കുന്ന സംഭവങ്ങൾ കിട്ടില്ല, നമ്മള് ഭയങ്കരമായിട്ട് റൈസായി ചിലപ്പോ സംസാരിക്കും. അപ്പൊ പറയും ജെമിനി പറയും എന്താണ് ദേഷ്യപ്പെടാതെ സമാധാനപ്പെടും, ഞാൻ വഴി ഉണ്ടാക്കി തരാം. വഴി ഉണ്ടാക്കി തരാന്ന് പറയുമ്പോ നമ്മളവിടെ നമുക്ക് കിട്ടണ്ട. ഇതല്ലേ ഇതിന്റെ 3 ഇരട്ടി അപ്പുറത്ത് വരിക. ചെക്കനോടത്ത് പോയിന്റ്. രണ്ടുപേരും ഇവിടെ വളരെ സൈലന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ജെമിനി എനിക്ക് സമാധാനമാണെന്നാണ് ജെമിനി. എന്താ പറയാ, എന്താ എന്റെ പെണ്ണുങ്ങൾ എന്നോട് കൊണ്ടാക്കി ചോദിച്ചോക്ക്. തിരിച്ച് ഇവരോട് ചോദിച്ചാൽ അവരൊരിക്കലും പറയില്ല. എങ്ങനെ ഉറപ്പിക്കുക? ഓക്കെ, അടങ്ങുക രണ്ടുപേരും. ഓക്കെ, ഇതിപ്പോ കണ്ടിട്ട് ആൾക്കാര് പറയും ഇവര് വെറും ഭാര്യമാരെ കുറ്റം പറയാണ്, ചില്ലായിട്ടുള്ള ആൾക്കാരാട്ടോ. വെറുതെ പറയാ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ, കൂടുതൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആർക്കാ? ക്ഷമേ ഞങ്ങളുടെ കാര്യത്തിലോ? ഇവിടെ ക്ഷമയാണ്. അവരെ കാര്യത്തില് അത്, ഞങ്ങളുടെ കാര്യത്തില് എനിക്ക്. ആ അല്ല പറയാ എനക്കും തീരെ ക്ഷമല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്ഷമ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഓൾക്ക് ക്ഷമ കാരണം നിങ്ങൾ അടിക്കടി തെറ്റിയ പിന്നെ എന്ത് ക്ഷമയുള്ളൂ. തെറ്റിന്റെ ഭാഗത്താണെങ്കിലും ചിലപ്പോ ഞാൻ വിട്ടുകൊടുക്കേണ്ടി വരും. ഇവിടെ തെറ്റ് ആരെ ഭാഗത്താണെങ്കിലും വിട്ടു തരണോ? ഞാൻ തെറ്റാലും ഞാൻ മിണ്ടാൻ പോവില്ല. ചിലപ്പോ വീഡിയോ ഒക്കെ എടുക്കേണ്ടോണ്ടായിരിക്കും മിണ്ടി വരുന്നത്. അല്ലെങ്കിൽ നിനക്ക് വിചാരം എന്താ അറിയോ, ഇതൊക്കെ ഞാൻ ഒറ്റക്ക് തിന്നതാ. എന്നിട്ട് പറയൂ ഞാൻ വീഡിയോ നിൽക്കുന്നോണ്ടല്ലേ ഇവിടെ മീൻ തിന്നണ ഞാൻ ഒറ്റക്ക. റിസോർട്ടിൽ പോകുമ്പോ ഞാൻ ഒറ്റക്ക പോക്ക്. ഇനിയിപ്പോ കാറിന്റെ ഫ്രണ്ട് സീറ്റ് എടുക്കുമ്പോ ഞാൻ ഒറ്റക്ക പോക്ക്. എന്നാലും ഞാനവിടെ പണിയെടുക്കരുത്. AC ഇട്ടിട്ട് ലിപ്സ്റ്റിക് തേച്ചിരിക്കും, ഇവർക്ക് സുഖം. എന്നിട്ട് പറയോ നിങ്ങൾക്ക് ഞാൻ പൈസ ഉണ്ടാക്കി തരാണ്. വീഡിയോ എടുക്കണത് ഒറ്റയ്ക്ക്, എഡിറ്റ് ചെയ്യണത് ഒറ്റയ്ക്ക്, ഇതൊക്കെ ഒറ്റക്കല്ലേ? സത്യമായിട്ടോ ഞാനൊന്നും അറിയില്ല. എന്റെ ചാനലിക്ക് വരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് ഒരു ഓൺ ബ്രാൻഡ് തുടങ്ങി കൊടുത്തു. അതിന്റെ വരെ വീഡിയോ ഞാൻ കൊടുക്കണം, എഡിറ്റും ആണ്. എന്നിട്ട് പറയൂ അതുകൊണ്ട് വെറും റൊമാൻസ് ഉള്ളതുകൊണ്ട് പെരയുടെ അരിക്ക് വരില്ല. റൊമാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരുടെ ഹാർഡ് വർക്കിംഗ് അല്ലേ രണ്ടുപേരുടെ, അതും നിങ്ങൾ കാണാതെ പോകില്ലല്ലോ. അവർക്ക് അതല്ല അറിയാം അല്ലേ? ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് പഠിച്ചെടുക്കണമെന്നൊക്കെ. ഇതെങ്ങനെ ഇത്രയും കാണിച്ചത് എങ്ങനെ ടൈം കണ്ടെത്തണേ? അതിപ്പോ പഠിച്ചു ഞാൻ 2 മാസം പോയി കോഴ്സിന്. ഉച്ചക്ക് 2 മണിക്ക് ക്ലാസ്സിന് പോകും. സ്കൂളിൽ പോയ കാലത്തൊന്നും അങ്ങനെ പോയില്ല. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വന്നു, പഠിച്ചു. പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും പോയില്ലല്ലേ? പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എനിക്ക് ആവശ്യം വന്നപ്പോ ഞാനത് പഠിച്ചു. ഈ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞിട്ടേ നമ്മൾ പഠിക്കാൻ പോകുമ്പോ എങ്ങനെ ഇൻട്രസ്റ്റ് ആണോ മടിയാണോ? അല്ല ഇത് ഞാനും മാഷ് ഒറ്റക്കണ്ടത്. അതായത് ഞാനവിടെ നമ്മുടെ നാട്ടിലൊരു കരിയർ ഹബ്ബ് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ നമ്മള് ഇൻഫ്ലുവൻസർ ആവുകൊണ്ട് ഓർക്കൊരു പ്രൊമോഷനും കിട്ടും. എന്ത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവൂലേ സിനു? അതൊക്കെ നമ്മള് കണ്ടല്ലേ അന്ന് കിടോപ്പിൽ. എന്താ കണ്ടേ? പുറത്ത് പറയാൻ പറ്റില്ലേ? അല്ലല്ല നമ്മളെ പെണ്ണുങ്ങളെ നോക്കി നടക്കുമ്പോ നോക്കി നടക്കും. അതെ മനസ്സിലായില്ല. ഓന് പെണ്ണുങ്ങളെ നോക്കി നടക്ക, അത് നമ്മള് നോക്ക. മനസ്സിലായില്ലേ? ഇതിപ്പോ ഞാൻ എന്റെ ഷോപ്പിലാണ്. എന്റെ ഷോപ്പില് കസ്റ്റമേഴ്സ് ഇത് പർച്ചേസ് ചെയ്യുമ്പോ എനിക്ക് ഓരോ നോക്കാൻ പറ്റില്ലേ? ഓരോ ഏതെടുക്കണെന്ന് ഞാൻ നോക്കണ്ടേ?
അതുകൊണ്ട് അതിനാണ് ഇവര് ഈ പറയുന്നത്. അല്ലാതെ നോക്കണം അതൊരു ഓണർ എന്നുള്ള നിലയ്ക്ക് അത് അവര് മെയിൻ ചെയ്തില്ലാന്ന് പറയില്ലേ. എന്താ അതിപ്പോ ആണോ സപ്പോർട്ടിങ് പെണ്ണോ അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല. നമ്മുടെ കടയിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോ അവരെ എന്താക്കണം, ബിഹേവ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. അല്ലട്ടോ അതിന് മുന്നേ വരെ ഞങ്ങൾ രണ്ടാളും എന്തൊരു ഷൂട്ടാണ് നിങ്ങൾ കസ്റ്റമർ അല്ലല്ലോ. ഞങ്ങൾ പറയണ തെറ്റു അപ്പൊ പറയും ഞാനൊക്കെ ഒറ്റ ഷോട്ടിലെടുക്ക ആ പെൺകുട്ടികൾ വന്നതൊക്കെ അത് അത് ആ പെൺകുട്ടികൾ ഇന്നെ നോക്കാണ്. അവരുടെ കാര്യം ഇത് നോക്കുന്നുണ്ടോ സത്യം പുറത്തു വന്നിരിക്കുന്നു. നിങ്ങളിൽ ആരാ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ആൾക്കാര്? പണം ഞാൻ ആണോ? അല്ല ഞാനാണോ? കാക്കു പറയാ അതായിരിക്കും നല്ലത്. പണം ഉള്ളവർക്ക് ചെലവാക്കാനുള്ളത്. പണത്തിന്റെ ഒരു ശരിക്കും കാലത്ത് definition ഞാൻ എന്താ കാര്യം പറയുക? പറയട്ടെ. പണത്തിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പറിന്റെ വിലയും കൂടി ഇല്ല സാധനത്തിന്. ഞാൻ സത്യം. ഉപയോഗിക്കുന്ന സമയത്തല്ല. പക്ഷെ ഞാൻ പറയണ എന്താരോ, ഇങ്ങനെയും പിടിക്കരുത് ഇങ്ങനെയും പിടിക്കരുത്, ഒരു മിതമായ രീതി പിടിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയും പിടിക്കലില്ല. ഞാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ത് ഒരു ഉറുപ്പ്യക്ക് ഗതിയില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ചിലപ്പോ ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ഉറുപ്പ്യക്ക് ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാര് ബസ്സിന് വരുന്ന ഒരു ഉറുപ്പ്യക്ക് ഐസ് വാങ്ങി തിന്ന് നോക്കുന്ന ആൾക്കാരാ. അപ്പൊ അത്രയും പൈസ ഇല്ലാത്ത ആൾക്കാര് അന്ന് നമ്മൾ ആഗ്രഹിച്ച എന്താ, വില നോക്കാതെ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങണം. ആ ആഗ്രഹമാണ് ഇപ്പൊ ഓരോന്ന് നടത്തുന്നത്. നാളെ പറ്റിയിട്ടെങ്കിൽ പോട്ടെ, എനിക്ക് ഞാൻ ചിന്താധികാരം. ഞാൻ എന്താ വെച്ചാൽ ജീവിക്കുമ്പോ ആഗ്രഹങ്ങൾ സാധിക്കുക, അല്ലാതെ ഇപ്പൊ ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അല്ല മൊത്തം പൈസ ഇങ്ങനെ ദൂരത്തടിച്ച് ചിലവാക്കാന്നല്ല. ആവശ്യങ്ങൾ, ഞാൻ ഡ്രസ്സ് വാങ്ങണോ, നല്ല ഡ്രസ്സ് കണ്ടാൽ ഞാൻ വാങ്ങും. ഞാൻ എത്ര ഷർട്ട് വാങ്ങാനുണ്ട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ 2 ദിവസത്തെ ഷർട്ട് ബാക്കിയുള്ളവർക്കും കൊടുക്കും. ഞാൻ എടുത്ത് നോക്കൊന്നുമില്ല. ഇവിടെ അലമാരയിൽ ഇപ്പോഴും കണ്ടമാനം ഡ്രസ്സേക്കാരോ ഒരു മനുഷ്യന് കൊടുക്കൂല. എന്നിട്ട് പറയും ഇക്കാ ഡ്രസ് ഇല്ലാന്ന്. കൊടുക്കാൻ തുണി ഉണ്ടാവില്ല, പക്ക അലമാരയിൽ സ്ഥലം ഉണ്ടാവില്ല ഇവർക്ക്. എല്ലായിടും അങ്ങനെ തന്നെ. ഇപ്പൊ എടുക്കലില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കല, ഇത് പെരുന്ന ഇത് ഇവിടെ ഉണ്ടല്ലേ, ഇത് ഒരു വട്ടം ഇട്ടിട്ടുള്ളേ, ഇത് അലമാര അടിയിൽ കൊണ്ടുവച്ചെടുക്ക, പിന്നെ കിട്ടോ. അപ്പൊ പിന്നെ കൊറേ ഡ്രസ് ഉണ്ട്. എങ്കിലും പണത്തിന്റെ വാല്യൂ പറയുന്നത്, പണത്തിന് നല്ല വാല്യൂ. നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാരും ഉണ്ടാവും. പണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പട്ടിച്ചാത്തലും ഉണ്ടാവില്ല, സത്യം. കാരണം ഇത് 2 സിറ്റുവേഷൻ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധുക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇനി പ്രേമിച്ച പെണ്ണാണെങ്കിൽ പോലും ഉണ്ടാവും. അന്ന് പണല്ലായിരുന്നു, ആരും ഉണ്ടായില്ല. ഇന്ന് എല്ലാവരും ആരുമില്ല, എല്ലാരും പോയി. മണി ഈസ് എവരിത്തിങ്. അത് തന്നെയാണ് ഇവിടെ വെറുതെ പറയാ പൈസ എല്ലാരും പറയാ ഇല്ലെങ്കില്. സ്നേഹം, പക്ഷെ പൈസ സ്നേഹം. വേണം. നമുക്ക് ഒരു വലിയ റെസ്പെക്റ്റും അല്ലെങ്കിൽ നമുക്കൊരു ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും 10 പുത്തം വേണം. അതെങ്ങനെ ഉണ്ടാക്കിയോ എന്നുള്ളതല്ല, എന്നാ നമുക്ക് എന്ത് വിലയും കിട്ടുള്ളൂ ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാല് എല്ലായിടത്തും ആ ഒരു ചിന്താഗതി തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാരും പറയും സ്നേഹമാണ് വലുതെന്ന്, വെറുതെ പറയാം. ചോദിക്കട്ടെ, ഈ പണത്തിന്റെ വാല്യൂ മനസ്സിലാക്കിയ ഒരു ദിവസം, ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫ്? ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വല്ല ഹോസ്പിറ്റൽ കേസ് വരുന്ന ടൈമില് നമുക്ക് ഭയങ്കര ഇതാണ്. അതേമാതിരി ഈ അടവടക്കാനൊക്കെ ഈ പൈസ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ ഇത്ര പൈസ കണക്ക് കൂട്ടി വെക്കും പണ്ടൊക്കെ. അതൊന്നും കിട്ടാതെ ആകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതേമാതിരി നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം, ചെറിയ സാധനവും, പക്ഷെ അതുപോലും നമ്മളത് വാങ്ങാനുള്ള ഇതില്ല. അതുമല്ലാതെ ഇന്ന് ഞാൻ നിസ്സാരമായിട്ട് വാങ്ങുന്ന പല സാധനങ്ങളും പണ്ട് ഇപ്പോൾ ഒരു ഇവിടെ മുട്ടായി ആണെങ്കിൽ പോലും അത് വാങ്ങി എനിക്ക് അപ്പുറത്തെ തികയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന നിമിഷമല്ലേ ആ സംഭവം. അതൊക്കെ ഭയങ്കരമായിട്ട്. അതായത് ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ എനിക്ക് പണ്ടൊന്നും കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാനൊരു കളിപ്പാട്ടത്തിന്റെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് എനിക്കത് വാങ്ങാൻ പറ്റും. പക്ഷെ എനിക്ക് അന്ന് എൻ്റെ പ്രായത്തിൽ കിട്ടിയില്ല. അതാ മറ്റോ പറഞ്ഞ മാതിരി അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാഹചര്യമല്ല. ഇന്ന് സാഹചര്യം ഉണ്ട്, പക്ഷെ അതാണ് പോയ കഴിഞ്ഞാൽ തിരിച്ചു വരൂല. നമുക്ക് തിരിച്ചു വരാത്ത 2 സാധനമാണ്. ഒന്ന് സമയവും, പിന്നെ നമ്മുടെ പഴയ കാലം. ഇത് രണ്ടും നമുക്ക് തിരിച്ചു കിട്ടൂല. സമയം പോയി കഴിഞ്ഞാൽ പോയി. ഇനിയിപ്പോൾ ഒരു 39 വയസ്സ്, ഇപ്പം 29 വയസ്സ് 30 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ബാല്യം പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ കൊണ്ട് പോകും. അപ്പോൾ ആസ്വദിക്കാനുള്ളതൊക്കെ ആസ്വദിക്കുക, അല്ലാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ കോടീശ്വരന്മാരുണ്ട്, കുറേ പൈസ ഇങ്ങനെ വേഗം പോയി കല്യാണം കഴിച്ചു. പൈസ ഫുള്ള് നമ്മൾ ആർഭാടിച്ച് ചെലവാക്കണം. നമുക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. നമ്മൾ അത് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല. ചിലവരിപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ആൾ വരും, നമ്മളിതപ്പോൾ കൊടുക്കാണ്ടാവില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞു നമ്മളിത് ഉണ്ടാവുന്നില്ല കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും അർഹതപ്പെട്ടവരാവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കും.
പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളും നടത്തുക. ഇനി വിമാനത്തിൽ കയറണം, ഇനി കാശ്മീർ പോണം. ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു കാലത്ത് ഞാൻ സ്കൂൾ 9ാം ക്ലാസ് വരെ ഞാൻ ടൂർ പോയിട്ടില്ല. 10ാം ക്ലാസ്സിലൊന്നും ഞാൻ ടൂർ പോയിട്ടില്ല. ഞാനിപ്പോൾ കാണാത്ത സ്ഥലങ്ങളും ഇല്ല. അതൊക്കെ ഒരു ടൈമാണ്, നമുക്കൊരു പീക്ക് ടൈം ഉണ്ടാവും. എനിക്കൊന്ന് ചക്കരക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ചക്കരൊക്കെ ടൂർ പോയിട്ടോ അമ്മമാരോട്. ടൂർ പോക്കായിരുന്നു. അല്ല പോകാത്തോണ്ടാണ് ഇപ്പൊ ഇത്രയും ദൂരത്തേക്ക് തന്നെ കെട്ടിച്ചത്. അതെ, ഒരു തവണ പോയി വരുമ്പോ ഞാൻ ഓൾ കേരള ട്രിപ്പ് അടിക്കുന്നുണ്ട്. ആദ്യം തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങും, എന്തായാലും 3 ദിവസം പിടിക്കും. പിന്നെ കൊല്ലത്തേക്ക്, തിരുവനന്തപുരം, അങ്ങോട്ട്. അതായത് ഫ്രീ നോർത്ത് മുതൽ സൗത്ത് വരെ പോരാഞ്ഞിട്ട് തമിഴ്നാടും. ശരിക്കും ഒരാൾ കാസർഗോഡ് കൂടി മാണ്ടി കാസർഗോഡ് കെട്ടിയത് നോക്കെ കറക്റ്റായി. സമ്മതിക്കാണെങ്കിൽ കാസർഗോഡ് കുറെ സുന്ദരികൾ ഉണ്ടെന്ന് പറയുന്നത്. കാസർഗോഡ് നല്ല സുന്ദരികൾ, സുന്ദരന്മാരല്ലല്ലോ, അതുകൊണ്ടാണ് ആ പ്രശ്നം. ഞാൻ പറയുന്നത് അല്ല, ഓളെ പറയുന്നതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, ഇതിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാത്തതാരാ? ഒരു രഹസ്യം നമ്മൾ പറയുന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാത്ത രഹസ്യം വെക്കാൻ അറിയില്ല. നിങ്ങൾ പറയണ്ട, അടുത്ത നിമിഷം പറയും ബൈക്ക് പോകും. ഇവിടെ അത് പെണ്ണുങ്ങളോളം ഒരാൾക്ക് കഴിയും എനിക്ക് തോന്നുന്നില്ല. ആണുങ്ങളെ പറ്റിക്കാന് എന്താ എന്താ അനുഭവോ? അനുഭവങ്ങളൊക്കെ പറയണോ? അതൊക്കെ ഒരു കാലത്തൊക്കെ. അല്ല, രഹസ്യം സൂക്ഷിക്കാൻ പെണ്ണുങ്ങൾക്കല്ലേ കുറച്ചുകൂടി കഴിവുള്ളൂ സാധാരണ പൊതുവെ. ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ നമ്മളൊക്കെ ചിലപ്പോ ചെക്കന്മാരൊക്കെ ഒപ്പൊക്കെ കൂടുമ്പോ ചിലപ്പോ അറിയാതെ വിട്ടുപോയാലേ പറയാൻ പറ്റും. നിങ്ങളൊക്കെ മനസ്സിലെത്ര രഹസ്യം അത് ശരിയാ. എന്താ പറഞ്ഞ? അല്ലേ, ഞാൻ പറയാ പെണ്ണുങ്ങളെ അപേക്ഷിച്ചിട്ട് ആണുങ്ങൾക്ക് അതിനുള്ള കഴിവ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റില്ല. ഓക്കെ.